ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ ആരെങ്കിലും സബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മച്ചാമാരെ. അപ്പം ഇന്നും നമ്മൾ ഓൾറെഡി ഗിവ് അവേ ഉണ്ട് ഈ വീഡിയോയിൽ. അപ്പം നാളത്തെ വരാൻ പോണ പാക്കും അതുപോലെ തിങ്കളാഴ്ച വരുന്ന കുറച്ച് പാക്കുകളുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്, അപ്ഡേറ്റിനെ പറ്റിയൊക്കെ. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നമ്മൾ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലിട്ട് കിടക്കാം. അപ്പോൾ മച്ചാമാരെ, നമ്മുടെ 89 രൂപേന്റെ 3 പേർക്കാണ് നമ്മൾ റെഡീം കോഡ് കൊടുക്കുന്നത്. അപ്പോൾ 1K ലൈക്കാണ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ടാർഗറ്റ്. അപ്പോൾ 1K ലൈക്ക് ആയി കഴിയുമ്പോൾ നമ്മൾ അപ്പം തന്നെ ഗിവ് അവേ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, എല്ലാവരും ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ കമന്റ് ഒക്കെ ചെയ്യുക. ഉറപ്പായിട്ട് നമ്മൾ ആപ്പ് വെച്ചിട്ടാണ്, ഒരു സൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം മച്ചന്മാരെ. അപ്പം നാളത്തെ എന്തായാലും എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ക്ലാസ് ഒക്കെ അടയ്ക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ കുറച്ച് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് ഇട്ടായിരുന്നു മച്ചന്മാരെ. അപ്പോൾ നെറ്റിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് നമ്മൾ രാത്രി ലൈവ് വരേണ്ടിരുന്നത്. പക്ഷേ 8 മണിക്ക് ഞാൻ ഉറപ്പായിട്ട് ഇന്ന് സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഉറപ്പായിട്ട് എല്ലാവരും ജോയിൻ ചെയ്യാം. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ് ചെയ്യാണ്ട് ഇപ്പോൾ കാണുന്നുണ്ട്, ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യാം മച്ചന്മാരെ. അപ്പൊ ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മുടെ ഇന്ന് രാവിലെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് നോക്കിയപ്പോൾ റൊണാൾഡോയുടെ ഒരു കാർഡാണ്. സത്യം പറഞ്ഞാൽ ഈ കാർഡ് വരണമെന്ന് നമ്മളെല്ലാ യൂസേഴ്സും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് കമന്റ് ചെയ്യുക നിങ്ങളുടെ ഒരു ഐഡിയ. കാരണം ഈ ഒരു കാർഡ്, അതായത് ഈ ഒരു കാർഡ് എപ്പിക്കല്ല, അങ്ങനെയല്ല, ഈ ഒരു കാർഡ് നമ്മുടെ കോയിനിൽ വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മൾ 500, 1500 കോയിൻ ഉണ്ടല്ലോ, വന്നു കഴിഞ്ഞാൽ എത്ര കോയിൻ ആയിരിക്കും നിങ്ങൾ എടുക്കാൻ ജസ്റ്റ് കമന്റ് ചെയ്യാം. ജസ്റ്റ് ഞാനത് കണ്ടപ്പോൾ നിങ്ങളോട് പറഞ്ഞു എന്നുള്ളൂ. പിന്നെ അടുത്ത പറയാനുള്ളത്, നമുക്ക് പോർവേ പ്രഡിക്ഷൻ ആണ്. നമ്മുടെ കിമ്മിച്ചൊക്കെ ഓൾറെഡി ഉണ്ട്, നിങ്ങൾക്കറിയാം. അർജന്റീന അതുപോലെ ബ്രസീലിന്റെ ഒരു മാച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും അതും അടിസ്ഥാനമാക്കി കുറച്ച് പാക്കുകളൊക്കെ ഉണ്ട് നാളത്തെ പോർവേല്. പിന്നെ ഗൈസ്, ഈ ഇടയ്ക്കാണ് ഞാനത് കണ്ടത് ഗൈസ്. സംഭവം എന്താ വെച്ചാൽ, നമ്മള് മച്ചാമാര് ഇത്രയും കാലം നമ്മൾ വിചാരിച്ചോണ്ടിരുന്ന യമാനാണോ സുവാരസ് ആണോ നമ്മുടെ 1500 കോയിനില് പാക്കിൽ വരാൻ പോണെന്നായിരുന്നു. കാരണം മെസ്സി നെയ്മർ വന്ന പോലെ. പക്ഷെ മിക്കവാറും ഗൈസ് അങ്ങനെ ഒരു പാക്ക് അല്ല വരുന്നത്. ബ്ലിറ്റ്സ് കളർ എന്ന് പറഞ്ഞൊരു പാക്കാണ് ഇപ്പൊ ഇതില് ഞാൻ കണ്ടത്. എനിക്ക് തോന്നുന്നു കുറച്ചു പേര് ഇത് പറഞ്ഞത് ബെയിലാണോ എന്നൊരു സംശയമുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും മച്ചാമാരെ, നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യാം. ബ്ലിറ്റ്സ് ആണ്, നമുക്ക് എന്തായാലും നോക്കാം. ഇങ്ങനെ ഒരു പാക്ക് വന്നു കഴിഞ്ഞാൽ യമാൻ അല്ലെങ്കിൽ നമ്മൾ പണി കിട്ടും, യമാന സൂരസ് അല്ലെങ്കിൽ കിട്ടും. പിന്നെ ഗൈസ്, അടുത്ത പാക്കിനെ പറ്റി പറയാനുള്ള ഗൈസ്, നമുക്ക് ഓൾറെഡി അറിയാം. കഴിഞ്ഞ ആഴ്ച നമ്മുടെ നാഷണൽ മിഡ്ഫീൽഡേഴ്സിന്റെ ഷോർട്ട് ടൈം നമ്മുടെ റൂട്രീഗർ ഒക്കെ വന്ന പോലെ ഈ ഇപ്രാവശ്യം വരാൻ പോകുന്ന ഡീപ്പോളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഗൈസ്, ഈ ഒരു പാക്കൊക്കെ വരട്ടെ. നമ്മുടെ ഷോർട്ട് ടൈം ആണ് എടുക്കാം നമുക്ക്. അതുപോലെ ഗൈസ്, ഓൾറെഡി സ്പാനിഷ് ലീഗിന്റെ ഷോർട്ട് ടൈം ഉണ്ട് കേട്ടോ. എംബാപ്പെ, അതുപോലെ തന്നെ നമ്മുടെ നിക്കോ വില്യംസ്, കൂബോ ഒക്കെ ഉള്ള കാർഡുണ്ട്. പിന്നെ ഗൈസ്, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമ്മുടെ അർജന്റീനയും ബ്രസീലും ആയിട്ട് കഴിഞ്ഞ ദിവസം മാച്ച് ഉണ്ടായിരുന്നു. അപ്പൊ ആ മാച്ച് കൊണ്ട് തന്നെ നമ്മുടെ അൽവാരസിന്റെ, റാഫിൻഹയുടെ, റൊഡ്രിഗോന്റെ ഒരു, അതായത് സൈൻ ഓഫ് ദ പ്ലെയർ ഫോർ ഫ്രീ, അതായത് ഒരാളെ ഫ്രീ ആയിട്ട് തെരഞ്ഞെടുക്കാന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ എന്തായാലും ഇത് വരട്ടെ. കാരണം ഇത് കാണിക്കുന്ന ഓൾറെഡി നമ്മുടെ മാർച്ച് 25 വരെ ഡേറ്റ് അടിയിലിട്ടിട്ടുള്ളൂ. പക്ഷെ ഇത് വന്നിട്ടില്ലാത്തവരായതുകൊണ്ട് നമുക്ക് എന്താ പറയാ, ചിലപ്പോൾ നാളത്തെ ഒരു ഇതിൽ നമുക്ക് പറയാൻ പറ്റുമായിരിക്കും വരുമോ വരില്ലയോ. അത് തന്നെയാണ് ഗൈസ് നമുക്ക് ഓൾറെഡി ഷോർട്ട് ടൈം ഇവിടെ കാണിക്കുന്നത്. പിന്നെ ഗൈസ്, ഈദ് മുബാറക്കിന്റെ ഒരു ക്യാമ്പയിൻ ഉണ്ട് നമുക്ക് ഷോർട്ട് ടൈം ലോഗിൻ പ്രസന്റ് എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ കുറച്ച് പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട് ഓൾറെഡി. ഷോർട്ട് ടൈം ആട്ടോ ഗൈസ്, ഷോർട്ട് ടൈം ആണ്. പിന്നെ ഗൈസ്, ഓൾറെഡി നമ്മൾ കുറെ പേര് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ് ബ്ലൂ ലോക്ക് ഗൈസ്. ബ്ലൂ ലോക്കിൽ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്കറിയാം, നമ്മുടെ ക്യാപ്റ്റൻ ഡെസ്പൂസി ഒക്കെ വന്ന പോലെ കുറച്ചധികം പാക്കുകളുണ്ട്, ഇൻസാക്കിയൊക്കെ ഉണ്ട്. അപ്പൊ ഗൈസ്, ഈ ഒരു പാക്കിൽ വരുന്നതെന്ന് വെച്ചാൽ ബ്ലൂ ലോക്ക് വോളിയം 3 വരുന്നത് ഇൻസാക്കി ഉണ്ട്, ക്രൈഫ് ഉണ്ട്, ഡേവിഡ് ബെക്കാം ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നു ഈ ഒരു സംഭവം നമ്മുടെ ചൈനീസിലൊക്കെ പരസ്യമൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും മിക്കവാറും ഗ്ലോബലി ഇവരിത് മിക്കവാറും ആക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ബെർക്കാമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മച്ചാമാരെ, നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇനിയിപ്പോ അടുത്ത പാക്ക്, എപ്പിക് പാക്ക്, മിക്കവാറും നാളെ എപ്പിക് പാക്ക് വരാൻ ചാൻസ് ഉണ്ട്. മിക്കവാറും നമ്മുടെ ചെക്കും മെക്കലയിലേക്ക് ആയിരിക്കും ചാൻസ് വരാനുള്ള ചാൻസ്. കാരണം ചെക്കിന്റെ ഒക്കെ ഡാറ്റാബേസ് വന്നിട്ട് ഇപ്പൊ തന്നെ കുറെ ആയിട്ടുണ്ട്. അപ്പൊ മിക്കവാറും ചെക്കൊക്കെ ആയിരിക്കും റൊണാൾഡീനിയും. പിന്നെ നാളെ നമുക്ക് ഒരു മാനേജർ പാക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇന്തോനേഷ്യയുടെ ലോങ് ബോൾ കൗണ്ടർ ആണ് നമുക്ക് ഓൾറെഡി ഇപ്പൊ അടുപ്പിച്ച് വന്നിരിക്കുന്നത്. അപ്പൊ ലോങ് ബോൾ കൗണ്ടറിന്റെ ഒരു ഇന്തോനേഷ്യ പാക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഗൈസ്, സിദാന്റെ ഒരു മാനേജർ പാക്ക് 500 പോയിട്ട് അതും വരാൻ ചാൻസ് ഉണ്ട്. ഇത് മിക്കവാറും നമുക്ക് നോക്കാം. കാരണം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഈ ഒരു പാക്കൊക്കെ നമ്മുടെ ഗ്യാസ്പറിന്റെ ഇതേപോലെ വന്നതാണ്. അതിൽ നിന്ന് ഒരാളെയാണ് ഗ്യാസ്പറിനെ എടുത്തു വെച്ചത്. അപ്പൊ മിക്കവാറും സിദാൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഗൈസ്, ഇത് സംഭവം ചാനൽ ആർട്ടാണ്. പക്ഷെ ഇത് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്യാം. 100, 200, 300 കോയിനൊന്നും ഉണ്ടാവില്ല ലോഗിൻ ബോണസ്. പക്ഷെ എന്താ പറയാ, ആനിവേഴ്സറി സെലിബ്രേഷൻ ഒക്കെ വരാൻ പോവാണ്. 7 ഒക്കെ വന്നായിരുന്നു, നിങ്ങൾക്കറിയാം. കോയിനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. പിന്നെ ഗൈസ്, നമ്മുടെ തിയോഗ അൽമാഡ എന്ന് പറഞ്ഞിട്ടൊരു പ്ലെയർ ഉണ്ട്, പോർട്ട്വേ നാഷണൽ, നമ്മുടെ അർജന്റീന പ്ലെയർ ആണ്. ഇത് LMF വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഗൈസ്, അതുപോലെ തന്നെ നമ്മുടെ ആർദ്ര ഗുള്ളർ എന്ന് പറഞ്ഞൊരു പ്ലെയർ, ഇത് എല്ലാവർക്കും ഫ്രീ ആട്ടോ ഗൈസ്. ഇത് നമ്മുടെ സിംഗിനെയൊക്കെ തന്ന പോലെ ഇത് എല്ലാവർക്കും ഫ്രീ ആണെന്ന് കേൾക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. AMF പ്ലെയർ ആണ്, തരാൻ ചാൻസ് ഉണ്ട്. ഇത് കൊനാമി മിക്കവാറും തരും.
പിന്നെ പാക്കിലുള്ളതെന്ന് പറയുന്നത് നമ്മുടെ ഫ്രാങ്ക് റിബറിയാണ്. ഗൈസ് നിങ്ങൾക്കറിയാം ഫ്രാങ്ക് റിബറി ഓൾറെഡി നമ്മൾ കുറെ പ്രാവശ്യം ഡാറ്റാബേസിൽ കണ്ട ഒരു പ്ലെയറാണ്. അപ്പൊ മിക്കവാറും ഈ ഒരു പാക്ക് നമുക്ക് 500 പോയിട്ടൊന്നും ആയിരിക്കില്ല, കാരണം ടോറസ് അവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു പാക്കിന് മാറ്റി നിർത്തി എപ്പിക്കായിരിക്കും മിക്കവാറും ഫ്രാങ്ക് റിബറി തരാൻ ചാൻസ്. അപ്പൊ നാളെ കേസ് നമുക്ക് മെയിൻ്റനൻസ് ലൈവ് ഉണ്ട്, രാവിലെ ഒരു 10 മണി തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യാം. എന്തായാലും കേസ് നിങ്ങൾ ആരെങ്കിലും ലൈക്ക് അടിക്കാണ്ട് കാണുന്ന ഉറപ്പായിട്ട് ലൈക്ക് അടിച്ച് പവറാക്കുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. 1K ലൈക്കാണ് ടാർഗറ്റ്. അപ്പൊ എല്ലാവരും ഉഷാറാക്കുക. നമുക്ക് ഗീവ് അവേ ഉണ്ട്. അപ്പൊ മച്ചാന്മാരെ നമുക്ക് രാത്രി 8 മണിക്ക് ലൈവ് കാണുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ഗൈസ്. അപ്പം ഓക്കെ.